ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, മഴക്കാലമൊക്കെ ആയി എല്ലാവർക്കും അറിയാം. മഴക്കാലം എന്ന് പറയുമ്പോൾ കുറേയേറെ കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അത് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ AC കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് വെക്കേണ്ട ഒരു സമയമാണ്. കാരണം എല്ലാവരും ചോദിക്കുമായിരിക്കും, മഴക്കാലം അല്ല ഇനി എന്തിനാ AC, ചൂടുള്ള സമയത്ത് AC പോരാ. മഴക്കാലത്താണ് ശരിക്കും നമുക്ക് ACയുടെ ഏറ്റവും വലിയ ഗുണം വരുന്നത്. കാരണം മഴക്കാലത്ത് പുറത്ത് തണുപ്പാണ്, നമുക്ക് AC ശരിക്കും തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമല്ല അങ്ങനെ ചിന്തിക്കില്ല. കാരണം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, AC ഇടുന്നത് തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ്. തണുപ്പ് കിട്ടാൻ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ACയുടെ പർപ്പസ് വേറെയാണ്. നമ്മൾ വാഹനം മഴയത്തൊക്കെ ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്തും ഒക്കെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ACക്ക് ഭയങ്കര വലിയൊരു റോളാണ് നമ്മുടെ വാഹനത്തിലുള്ളത്. അതായത് നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഗ്ലാസ്സുകളെല്ലാം, അതായത് ഒരു വാഹനത്തിൽ വിൻഷീൽഡ് ഗ്ലാസ് ആണെങ്കിലും സൈഡിലത്തെ ഗ്ലാസ് ആണെങ്കിലും കോ ഡ്രൈവർ സൈഡിലെ ഗ്ലാസ് ആണെങ്കിലും ബാക്കിലത്തെ ഗ്ലാസ് ആണ്, ഈ ഗ്ലാസ്സിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ്റ്റ് പിടിച്ച് പോയിട്ടുണ്ടെന്നുള്ളത്. അതായത് മൂടൽ മഞ്ഞ് പോലെ അല്ലെങ്കിൽ മിസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, മിസ്റ്റ് പിടിച്ചിരിക്കുകയാണെങ്കിൽ പുറേ വാഹനമുണ്ടോ, അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും, ഫ്രണ്ടിൽ വാഹനമുണ്ടോ അല്ലെങ്കിൽ കുഴിയുണ്ടോ എന്തുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വാഹനത്തിൻ്റെ ഗ്ലാസസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരിക്കണം. കഴുകി നീറ്റാക്കി വെക്കുക എന്ന് മാത്രമല്ല, കഴുകി നീറ്റായിട്ട് വെക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കഴുകി നീറ്റാക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാഹനത്തിൻ്റെ ഗ്ലാസിനകത്ത് മിസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയും കൂടെ നമ്മൾ ചെയ്തിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ACയുടെ ക്ലൈമറ്റ് കൺട്രോൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. അതായത് ഏത് രീതിയിൽ സെറ്റ് ചെയ്താൽ വാഹനത്തിനകത്ത് മിസ്റ്റ് പിടിക്കാതിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടിരിക്കാൻ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റ് പിടിക്കാതിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ മിസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. മിസ്റ്റ് പിടിക്കാതെ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ രീതി കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റ് പിടിക്കാതെ വാഹനം ഓടിക്കാൻ സാധിക്കും. മിസ്റ്റ് പിടിക്കാതിരിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മിസ്റ്റ് പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് തണുപ്പും വാഹനത്തിനകത്ത് ചൂടും വന്നു കഴിയുമ്പോഴത്തേക്കാണ് മിസ്റ്റ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ ഒരു 2 പേര് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 4 പേര് ഇരിക്കുകയാണെങ്കിൽ വാഹനത്തിനകത്ത് പിന്നെയും ചൂട് കൂടും. അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തുള്ള ടെമ്പറേച്ചർ കൂട്ടുക, തണുപ്പ് കൂട്ടുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനത്തിനകത്ത് കയറി കഴിയുമ്പോൾ ACയുടെ ടെമ്പറേച്ചർ കൂട്ടിയിടാൻ ശ്രമിക്കുക, തണുപ്പ് കൂട്ടിയിടുക, പ്രത്യേകിച്ച് ലോങ് ഒക്കെ പോകുന്ന സമയത്ത്. പക്ഷേ തണുപ്പ് കൂട്ടുന്നതിലും കാര്യങ്ങളുണ്ട്. അതായത് ഏകദേശം പുറത്തെ തണുപ്പിനോട് സിമിലർ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ വാഹനത്തിനകത്ത് തണുപ്പ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ട് വാഹനത്തിനകത്തെ ഗ്ലാസ്സിന് മിസ്റ്റ് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.